എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നതിന് മുന്നേ എന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എൻ്റെ കെട്ടവനോടൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഞാനേ കുറേ കാലമായിട്ട് നിന്നോട് ചോദിക്കുന്നത് വെച്ചതാ, ആരെങ്കിലും പങ്കജാക്ഷൻ എന്നൊരു സത്യക്രിസ്ത്യാനിക്ക് പേരിടുവോ? ഞങ്ങൾ കൺവേർട്ടഡ് നസ്രാണികളാണല്ലോ, ഈ മതം മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പേര് കൺവേർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഞാൻ ആക്സിഡന്റിൽ മരിച്ചത്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്നിട്ട് നാട്ടുകാർ അങ്ങനെയൊന്നും അല്ലല്ലോ പറയണേ. നാട്ടുകാർ പിന്നെ എന്താ പറയുന്നത്? നീ എന്തോ പട്ടായെ പോയെന്നോ അവിടെ എണ്ണത്തോണിയിൽ മുങ്ങി മരിച്ചുന്നോ അങ്ങനെയൊക്കെയാ കേൾക്കണേ. ഈ നാറുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ പറ്റാത്ത ഒരവസരം കിട്ടിയാണ്ടല്ലോ മുട്ടുകാലം ഒന്ന് കാക്ക പാറിപ്പോയിന്ന് വരെ അവർ പറയും. എനിക്കറിയാലോ, ഒരു നടനാവാൻ വേണ്ടി ആഗ്രഹിച്ച ആളാണ് ഞാൻ. എന്താണ് ആക്ടിങ്? ആക്ടിങ് ഈസ് ബിഹേവിങ് ഫോർ എ ക്യാരക്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. എ ഫോർ ആക്ടിങ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിങ്, ഒ ഫോർ ഒബ്സർവേഷൻ, ആർ ഫോർ റിതം. ഏത് താളം. അത്ര വലിയ ആഗ്രഹമൊക്കെ ഉണ്ടായതാ. അവസാനം ഇപ്പം എന്തായി? മരിച്ചപ്പോൾ പട്ടായിൽ എണ്ണത്തോണിൽ മുങ്ങി മരിച്ചു എന്നായി നാട്ടുകാർ പറയണം. യോഗമില്ല. അല്ല, നിന്നെ പറ്റിട്ട് ചില കാര്യങ്ങൾ വെളുത്ത് മാറണുണ്ടല്ലോ. എന്ത് കഥ? അല്ല, നീ മരിച്ചിട്ട് നിന്റെ റൂം വൃത്തിയാക്കിയ വേലക്കാരി ത്രേസ്യാമ്മയ്ക്ക് അവിടെ നിന്ന് മുത്തുച്ചിപ്പിയോ ഫയറോ എന്താ കിട്ടിയെന്നോ, പിന്നെ അതിൽ നീ അണ്ടർലൈൻ ചെയ്ത് ചില വരികൾ എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനൊക്കെ ഒരു മൊത്തത്തിൽ കേൾക്കുന്നു. നോണയാണെന്ന് എനിക്കും അറിയാം, പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. പിന്നെ നീ ആയിരിക്കും അത് ആദ്യം പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. എനിക്ക് നിന്നെ ചെറുപ്പം മുതൽ അറിയാടാ. ഈ പഞ്ചായത്തിൽ നിന്റെ അത്ര വലിയ തള്ളിസ്റ്റ് വേറെ ആരുമില്ല. എനിക്കൊന്നും പറയാനല്ല, പിന്നെ ചോദിക്കാനോ? എന്ത്? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നതിന് മുന്നേ എന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് എൻ്റെ കെട്ടവനോടൊന്ന് പോയി ചോദിക്കാൻ പറ്റുമോ എന്ന് അറിയാനാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇതധികം ചോദിക്കാനൊന്നുമില്ല. നിനക്ക് ആശ്വാസം കിട്ടാൻ ഈ ഒരു കാര്യം മാത്രം മനസ്സിലോർത്താൽ മതി. എന്താ? നമുക്ക് പ്രിയപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുന്ന പലർക്കും നമ്മ പ്രിയപ്പെട്ടവരല്ല. അത് നമുക്ക് മനസ്സിലാകുന്ന എപ്പോഴാണെന്ന് അറിയും, നമ്മൾ തട്ടിപ്പോയി കഴിയുമ്പോൾ. അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ നിനക്ക് പിന്നെ ഇങ്ങനെ ഒരു വിഷമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പോവാം. കാരണം ഇനിയും മരിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ഇതുപോലെ സംസാരിക്കാൻ നിന്ന് പിന്നെന്താ അർത്ഥമുള്ളത് ഒന്നിനും?